കട്ടപ്പനയിലെ ഹോട്ടലിന്റെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടയിൽ 3 തൊഴിലാളികൾ കുടുങ്ങി. ഫയർഫോഴ്സും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. ജെയിനസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, ഇവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലേ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ദിവിഷ, ഇവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. വൈകിട്ട് സ്വകാര്യ ഹോട്ടലിന്റെ മാലിന്യക്കുഴി അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ഇവർ 3 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് ഈ കുഴിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം കാര്യമായിട്ടുള്ള വിവരങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 3 തൊഴിലാളികളാണുള്ളത്. അവര് തമിഴ്നാട് സ്വദേശികളാണ്. ഇപ്പോൾ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ മാലിന്യക്കുഴി പൊളിച്ച് അതിൽ നിന്ന് ഈ തൊഴിലാളികളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ആ കുഴിയിൽ നിന്ന് അനക്കമൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. ദിവിഷ്, ഇത് എപ്പോഴായിരുന്നു ഇവര് ജോലിക്ക് ഇറങ്ങിയ? മറ്റ് തൊഴിലാളികളൊന്നും ഇല്ലായിരുന്നു? ആകെ 3 പേരായിരുന്നു പണിക്കുണ്ടായിരുന്നത്? 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇതൊരു സ്വകാര്യ ഹോട്ടലായിരുന്നു. ആ സ്വകാര്യ ഹോട്ടൽ പൂട്ടിക്കിടക്കുകയായിരുന്നു. അത് വീണ്ടും തുറക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതിന്റെ മാലിന്യക്കുഴിയൊക്കെ ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇവര് ആ കുഴിയിലേക്ക് ഇറങ്ങിയത്. ചെറിയ ഹോളാണ്, ഒരു മാൻ ഹോൾ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു ഹോളാണ്. ആ ഹോളിലൂടെ തൊഴിലാളികൾ അകത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കുഴിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവരെ സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫയർഫോഴ്സിന്റെ ആരെങ്കിലും ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? അതോ ഇപ്പൊ അത്തരം ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുഴി ഇതൊരു ഓടയോട് ചേർന്നുള്ള ഒരു കുഴിയാണ്. ആ കുഴി തുറന്ന് അതിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓക്സിജൻ ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അതുകൊണ്ട് ഈ കുഴി പൊളിച്ച് അതിനകത്തേക്ക് രക്ഷാപ്രവർത്തകർ ഇറങ്ങാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം എത്ര താഴ്ചയൊക്കെയുള്ളതാണ്? ഇപ്പോൾ കുറേ കാലങ്ങളായി അടഞ്ഞു കിടക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും വിഷവാദങ്ങളൊക്കെ രൂപപ്പെടാൻ സാധ്യതയൊക്കെയുണ്ടല്ലോ അല്ലേ? അത്തരം സാധ്യതകളുണ്ട്. പക്ഷെ എത്രത്തോളം കുഴിക്ക് ആഴമുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇത് സംബന്ധിച്ച ഒരു വിവരം ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചില്ല. പഴയ ഹോട്ടലാണ്. അപ്പം ആ ഹോട്ടലിന്റെ ഓടയും അതോടൊപ്പം തന്നെ മാലിന്യക്കുഴിയും ഒരുമിച്ചാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് എത്രത്തോളം ആഴമുണ്ട്, അതിന് എത്രത്തോളം വ്യാപ്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തൊഴിലാളികൾ ഇറങ്ങിയത്. 3 പേരാണ് ഉണ്ടായിരുന്നത്. തമിഴ്നാട് സ്വദേശികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിനാണ് ആദ്യം പരിഗണന നൽകുന്നത്. അപ്പൊ രക്ഷാപ്രവർത്തനം നടത്തി ഈ തൊഴിലാളികളെ എത്രയും പെട്ടെന്ന് ജീവനോടെ തന്നെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു ചെറിയ മാൻഹോളാണ് കാണുന്നത്. ഒരാൾക്ക് ഇറങ്ങി പോകാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അതിലേക്ക് 3 പേരെങ്ങനെ ഒരുമിച്ച് ഇറങ്ങി എന്നതൊരു കഷ്ടമാണ്. എന്തായാലും എത്ര സമയമായിട്ടുണ്ടാവും ഇപ്പോൾ ജെനി ഇവരുടെ വിവരം ഇല്ലാതായിട്ട്? 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. കാരണം ഈ 2 തൊഴിലാളികൾ ആദ്യം ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2 തൊഴിലാളികൾ ഇറങ്ങിയതിനു ശേഷം ഇവരെ സംബന്ധിച്ച് പുറത്തു നിൽക്കുന്ന ആൾക്ക് വിവരമൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് 3ാമത്തെ ആളും അതിനകത്ത് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ 3 പേരെ സംബന്ധിച്ചും ഇപ്പോൾ ഈ കുഴിക്കകത്ത് നിന്ന് അനക്കമോ അത്തരം കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന്റെ അകത്തേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുക. അതിന്റെ ഓക്സിജൻ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി അതിന്റെ അകത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ മാൻഹോള് കുറച്ചുകൂടി വിസ്താരമാക്കി ഓക്സിജൻ ലെവലിന്റെ ഓക്സിജൻ ഒക്കെ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് മാറ്റിയതിനു ശേഷം രക്ഷാപ്രവർത്തനം തുടങ്ങാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇപ്പൊ JCB ഒക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സുരക്ഷ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.